ഹായ് എവരിവൺ, ഏവർക്കും ഡ്രോപ്പ് മെല്ലോൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ട് പോവുകയാണ്. കോൾ സൈഡിലോട്ട് ഒരു എൻട്രിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഒരു പ്ലാൻ ചെയ്ത് എൻട്രി എടുത്തിരുന്നു മുകളിലോട്ട്. ബട്ട് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ആകേണ്ടി വന്നു. സെയിം അതേ ഏരിയ തന്നെ നമ്മൾ പിന്നെയും മാർക്കറ്റ് എത്തി നിൽക്കുന്നത്. ഇന്ന് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു. എക്സാക്റ്റ് റെസിസ്റ്റൻസ് ഏരിയയിൽ റെസ്പെക്ട് ചെയ്തു. ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു. ഓക്കെ, ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തു. ഇപ്പം ഈ ഏരിയ നല്ലൊരു പെർഫെക്റ്റ് എൻട്രി ആയിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. എങ്ങനെയാണ് എൻട്രി എടുക്കാവുന്ന? ലാസ്റ്റ് സ്വിങ്ങിന്. ഓക്കെ, ലാസ്റ്റ് സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്തൊരു 40 പോയിന്റ് പ്രീമിയം താഴ്ത്തിടുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു എൻട്രി മുകളിലോട്ട് കിട്ടിയേനെ. ബട്ട് മാർക്കറ്റ് സ്റ്റാർട്ടായ ഉടനെ തന്നെ, ഓക്കെ, മാർക്കറ്റ് സ്റ്റാർട്ടായ ഉടനെ ആയതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാതിരുന്നതിന് പിന്നെ റീസൺ, മാർക്കറ്റ് സ്റ്റാർട്ടായ 1 അവർ ആകുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ എൻട്രി കാണിച്ചാൽ മേ ബി അത് ഇന്നലത്തെ ഹൈ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷം താഴത്ത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, താഴത്ത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഈ രണ്ട് ഇവിടെ ഞാൻ എൻട്രി എടുക്കുന്നത് എങ്ങനെയാണ്? ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും ഞാൻ താഴത്തോട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള രണ്ട് ഞാൻ ഒഴിവാക്കി ഏകദേശം ആദ്യത്തെ മണിക്കൂർ ഒന്ന് സെറ്റിൽ ഡൗൺ ആകട്ടെ എന്ന് വിചാരിക്കുകയാണ് ഞാൻ മാർക്കറ്റിൽ. അപ്പം ഈ എൻ്റെ ട്രേഡിംഗ് പ്ലാൻ എന്താ? ആദ്യത്തെ ഒരു മണിക്കൂർ ഏകദേശം 10 മണിയായി. ഓക്കെ, 10 മണി ആയിട്ടുണ്ട്. അപ്പോൾ സോ ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ബൈ സൈഡിലോട്ട് തന്നെ എൻട്രി എടുക്കണം. പക്ഷേ ഈ വന്ന ഒരു അല്പം ഇത് ട്രാപ്പ് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ, ഓക്കെ, ഈ ഹൈ അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തത് കൊണ്ട് മാർക്കറ്റ് താഴത്തൊന്ന് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു ഏരിയയിൽ എവിടെയെങ്കിലും ഞാൻ ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ഞാൻ ഈ ഏരിയയിൽ നിന്ന് ഞാൻ ബൈ ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഓപ്ഷൻ ബൈ ചെയ്യാനായിട്ടാണ് പ്ലാൻ. ഇതുകൊണ്ട് ഇതൊരു നല്ല ലോങ് വീക്കാണ്. സോ ഈ ഒരു ഏരിയയിൽ എത്തട്ടെ, മാർക്കറ്റ് ഒന്ന് ഈ ഏരിയയിൽ എത്തിയാണെങ്കിൽ നമുക്കൊന്ന് ബൈ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് നമ്മൾ നമ്മുടെ സെറോദ ഓപ്പൺ ചെയ്യുന്നു. സെറോദ ഓപ്പൺ ചെയ്തതിന് ശേഷം നിഫ്റ്റി ബാങ്ക്, ഓക്കെ, നിഫ്റ്റി ബാങ്കിനകത്ത് ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഓപ്ഷൻ ചെയിൻ ഓപ്പൺ ചെയ്തതിന് ശേഷം കോൾ സൈഡിൽ ഏകദേശം 672, ഇത് നല്ലൊരു പ്രീമിയമായിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, 51,500 ഉള്ളൊരു, ഏകദേശം 670 നിൽക്കുന്നൊരു പ്രീമിയം ഉള്ളത്. അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. നമുക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാക്കാം. ഓക്കെ, നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകാം നല്ലൊരു പ്രീമിയം കണ്ടോ, നല്ല രീതിയിൽ തന്നെ ഇതായി വരുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ടാണ് താഴത്ത് വരുന്നത്. ഇത് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് കണ്ടോ, ഇത് ട്രാപ്പ് ചെയ്ത് വന്ന മൂവ് ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് താഴത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എൻട്രിയുടെ പോയിന്റ് ആയിട്ടുണ്ട്. എൻട്രി പോയിന്റ് ആയിട്ടാണ്, പക്ഷെ വരുന്നത് സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഇവിടുന്ന് കണ്ടിന്യൂ താഴത്തോട്ടാണ് വരുന്നത്. ഇവിടെ ഒന്ന് ടൈം പാസ് ചെയ്യാനാണ് താഴത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളതൊരു ക്വിക്കായിട്ട് എൻട്രി എടുക്കാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്താണ് ഇവിടെ ഇവർ പറയുന്നതെന്ന് നോക്കാം. ഏത് ശരി എത്തിയില്ലേ, കണ്ടിന്യൂ താഴത്ത് പോകുമോ? ബിക്കോസ് ഇതിന് താഴെ റീറ്റെയിലേഴ്സ് കാത്തിരിക്കും സെല്ല് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അവരുടെ സ്റ്റോപ്പ് ലോസ് കൂടി എടുത്തിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ എന്താകും, എങ്ങനെയാകും എന്നൊന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതിനുശേഷം ഞാൻ എൻ്റെ എൻട്രി പ്ലാൻ ചെയ്യുന്നതാണ്. ഓക്കെ, ഇവിടെ നിന്ന് ഒരു ഇൻഡയറക്റ്റ് ഒരു എന്തെങ്കിലും ക്യാൻഡിലോ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. ഒരു റിജക്ഷൻ ക്യാൻഡിലോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു റിജക്ഷൻ ക്യാൻഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ്. ബൈ 90 ക്വാണ്ടിറ്റി. ഓക്കെ, നോക്കാം, ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തിട്ട് എൻട്രി എടുക്കാം. മാർക്കറ്റ് പ്രൈസിലെടുക്കാം. ഒരല്പം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലായിട്ട് തന്നെ നിൽപ്പുണ്ട്. ഇതൊരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ്. ബിക്കോസ് ഇവിടെ നിന്നാണ് ലാസ്റ്റ് ഒരു മൂവ് വന്നത്. ഒരു 150 പോയിന്റിൻ്റെ മൂവ് ഈ ഏരിയയിൽ നിന്ന് വന്നു. ആ ഏരിയയിൽ എത്തിയപ്പോൾ പിന്നെയും സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുകയാണ്. സോ നമ്മുടെ എൻട്രി ഇതാണ്. ഇപ്പോൾ ഈ ഏരിയയിൽ, ബിക്കോസ് ഈ ഏരിയയിൽ ഈ ഒരു ക്യാൻഡിൽ എൻഗൾഫ് ചെയ്തിട്ടുണ്ട് വോളിയത്തോടു കൂടി. അപ്പോൾ നമുക്ക് ഈ ഏരിയ ഒരു എൻട്രി പ്ലാൻ ചെയ്യാമായിരുന്നു. ബട്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയയിൽ വന്ന് സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്യട്ടെ, എന്നിട്ട് എൻട്രി എടുക്കുന്നുള്ളൂ. എൻട്രി എടുത്തിട്ടുണ്ട് 676 എൻട്രി എടുത്തിട്ടുണ്ട്. ഓക്കെ, 676 എൻട്രി എടുത്തിട്ടുണ്ട്. 90 ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഇനി സ്ലോ ആൻഡ് സ്റ്റഡി വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇന്ന് ഞാൻ നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് ഓൾറെഡി ഈ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീക്കായിട്ടുള്ള റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ഈ ഏരിയയിൽ നിന്ന് അപ്രോച്ച് ചെയ്തിട്ട് നല്ല രീതിയിൽ മൂവ് ആകാൻ, മുകളിലോട്ട് തൊട്ടടുത്ത റെസിസ്റ്റൻസിലോട്ട് ഈ ഒരു ഏരിയയിലോട്ട് മൂവ് ആകാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. ബിക്കോസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചെടുക്കുക, ഇത്രയും മാത്രം നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് നോക്കാൻ. മാർക്കറ്റ് ലാസ്റ്റ് ഡേയിൽ ഈ ഏരിയയിൽ നിന്ന് ഇവിടുന്ന്
ഈ ഏരിയയിൽ നിന്ന് സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് വന്നു. ഓക്കെ, ഈ ഏരിയയിൽ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് പോയി തൊട്ടടുത്ത റെസിസ്റ്റൻസിലെത്തി. ഓക്കെ, റെസിസ്റ്റൻസിലെത്തിയിട്ട് ഇവിടെ ക്ലിയർ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ നെക്ക് ലൈന് താഴെ കണ്ടോ കണ്ടിന്യൂ ഈ ഏരിയയിൽ താഴത്ത് വരുന്നു. ഇതിന് താഴത്തെ സ്റ്റോപ്പ് ലോസസിനെ ഹണ്ട് ചെയ്യുന്നു. ഓക്കെ, സ്റ്റോപ്പ് ലോസസിനെ ഹണ്ട് ചെയ്യുന്നു, മുകളിൽ പോകുന്നു. അപ്പോൾ വീക്കായിട്ടുള്ള ബയേഴ്സിനെ, ഓക്കെ, വീക്കായിട്ടുള്ള ബയേഴ്സ് ഈ ഏരിയയിൽ ചാടി കയറും. ഓക്കെ, ഈ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ബയേഴ്സ് മുകളിലോട്ട് ചാടി കയറും. ഓക്കെ, അവർ മുകളിലോട്ട് ചാടി കയറുമ്പോൾ എന്ത് സംഭവിക്കും? അവരെ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പോലെ കാണിച്ചിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി പിന്നെ അവരെ കുറച്ച് ആളുകളെയും കൂടി കയറ്റും. ഇവിടെ ഒരു 2-3 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അവരെ റിമൂവ് ചെയ്യാനായിട്ട് താഴ്ത്തു വരും. ഇപ്പോൾ റിമൂവ് ചെയ്യാനായിട്ട് താഴ്ത്തു വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ടത് അതേ പോയിന്റിൽ നിന്നാണ്. ഈ ഒരു ഏരിയയിൽ എത്തുമ്പോൾ ആ സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്ത ഏരിയ എത്തുമ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി പ്ലേസ് ചെയ്യാനാണ്. ഒരു അല്പം സ്റ്റോപ്പ് ലോസ് വൈഡ് വെക്കുക. ബിക്കോസ് ഇത് ഓൾറെഡി ട്രാപ്പ് ചെയ്ത് വന്ന മൂവ് ആയതുകൊണ്ട് തന്നെ മേ ബി ഇങ്ങനെ പോയിട്ട് ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്യാം. ഓക്കെ, പുഷ് ചെയ്താൽ നമ്മുടെ സ്റ്റോപ്പ് ലോസസ് ഹണ്ടാവും. ഓക്കെ, സാധാരണ ചെറിയ ടൈറ്റ് സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇരിക്കുന്നത് അത് ഹണ്ടാവും. സോ അങ്ങനെ ഒഴിവാക്കാനായിട്ട് ഹാഫ് ക്വാണ്ടിറ്റി എങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എവിടെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പിന്നെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവിടെ ഹാഫ് ക്വാണ്ടിറ്റി എടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഒരു അല്പം കൂടി താഴത്തായിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്ത് എക്സിറ്റ് ആകാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് മനസ്സിലാക്കിയെടുക്കുക. നിങ്ങൾ എൻട്രി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഈ ഏരിയയിൽ എൻട്രി എടുക്കുക, ഹാഫ് ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. ഈ ഏരിയയിൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ടെങ്കിൽ ഈ ഏരിയ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകുമ്പോൾ വരുമ്പോൾ ഒരു ഹാഫ് ക്വാണ്ടിറ്റി ഇവിടെ പ്ലേസ് ചെയ്യുക. ഓക്കെ, ബിക്കോസ് അതിനുശേഷം ഈ ഏരിയയിൽ ഈ ഏരിയ വരികയാണെങ്കിൽ നിങ്ങളുടെ ഫുൾ ക്വാണ്ടിറ്റി നിങ്ങൾ എക്സിറ്റ് ചെയ്യുക. ഓക്കെ, ഇതാണ് എൻ്റെ പ്ലാൻ. നിങ്ങൾക്ക് പലർക്കും ഇത് തോന്നുന്നില്ല ഇത് ഇങ്ങനെ ചെയ്യുന്നത് ശരിയാവുന്നില്ല. ബട്ട് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് മാസങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്തു വരുന്നൊരു കാര്യമാണ്. ഞാൻ ഇങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾക്ക് എനിക്ക് 70% ട്രേഡിങ് ആക്യുറസി കിട്ടുന്നുണ്ട്. ഓക്കെ, 10-ൽ 7-8 ട്രേഡ് എൻ്റെ അങ്ങനെ സക്സസ് ആകാറുണ്ട്. 1-2 ട്രേഡ് മാത്രമേ അങ്ങനെ ഫെയിൽ ആകാറുള്ളൂ. അറ്റ്ലീസ്റ്റ് ഞാൻ എനിക്ക് ബ്രേക്ക് ഈവനെങ്കിലും എത്തുമ്പോൾ അതായത് ഇപ്പോൾ ഒരു സപ്പോസ് ഞാൻ ഈ ഏരിയയിൽ നിന്ന് എൻട്രി എടുത്തു, ഞാൻ എൻ്റെ ഈ സ്റ്റോപ്പ് ലോസിന് ഇവിടെ വെക്കുന്ന ആ ഏരിയയിൽ ഹാഫ് ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്തു. ഈ ഹാഫ് ക്വാണ്ടിറ്റി എന്നെ ഈ ബ്രേക്ക് ഈവനിൽ എത്താൻ, അതായത് മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യണേ, ബ്രേക്ക് ഈവനിൽ എത്തിയാണെങ്കിൽ ഞാൻ ഈ ബ്രേക്ക് ഈവനിൽ ഇറങ്ങി പോകുന്നതായിരിക്കും. ഓക്കെ, അതും ഞാനിവിടെ പാനിക് ആയില്ല. ബിക്കോസ് അറിയാം ഈ ഒരു റെസിസ്റ്റൻസിലെ ഏരിയയിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്. ഓക്കെ, അതിനുശേഷം പിന്നെയും തിരിച്ച് മാർക്കറ്റ് ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഒരു വട്ടം മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ വന്നു, തിരിച്ച് നമ്മുടെ എൻട്രി പോയിന്റിലെത്തി, പിന്നെയും തിരിച്ച് മാർക്കറ്റ് മൂവ് ആയി. ഓക്കെ, ഇപ്പം ഇനി ഞാൻ ഒരിക്കലും ഹോപ്പിലിരിക്കുന്നില്ല. ഞാൻ തിരിച്ചും എൻ്റെ എൻട്രിയെ കോസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി മാർക്കറ്റ് തിരിച്ച് വന്ന് നമ്മുടെ പോസ്റ്റ് ഹിറ്റാകട്ടെ, ഇല്ലെങ്കിൽ അതർവൈസ് മുകളിലോട്ട് പോട്ടെ, എന്തുമായിക്കോട്ടെ. നിയർലി നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 50 പോയിന്റിന് മേലെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഏകദേശം നിയർലി 7,000 രൂപ വരെ പ്രോഫിറ്റ് കാണിച്ചിരുന്നു. അപ്പോൾ ഏകദേശം കണ്ടപ്പോൾ കുറയുന്നുണ്ട്. ബിക്കോസ് ആ ഏരിയയിൽ നിന്ന് സെല്ലിങ് വരുന്നതുകൊണ്ടാണ് കണ്ടത്. ഈ ഏരിയയിൽ നിന്ന് കണ്ടിന്യൂ സെല്ലിങ് വരും. അപ്പോൾ ഞാൻ ഇനി ഹോപ്പിലിരിക്കുന്നില്ല. അപ്പം നിങ്ങളും ചെയ്യേണ്ട ഇത്ര തന്നെയാണ്. നിങ്ങൾ ഒരു വട്ടം മാർക്കറ്റ് നിങ്ങൾ എൻട്രി എടുത്തു. ഓക്കെ, ശരി, മാർക്കറ്റ് മൂവായി, തിരിച്ച് ആ ഏരിയയിൽ വന്നു. ഓക്കെ, അല്ലെങ്കിൽ ചെറിയ ലോസിൽ പോയി. ഓക്കെ, ലോസിൽ പോയെന്ന് വെച്ചാൽ സപ്പോസ് ലോസിൽ പോയെന്ന് വെച്ചാൽ മാർക്കറ്റ് പിന്നെ റിക്കവർ ചെയ്ത് ആ ഏരിയയിലേക്ക് എത്തുകയാണെങ്കിൽ പിന്നെ ഒരിക്കലും ഹോപ്പിലിരിക്കാൻ പാടില്ല. നേരെ നമ്മുടെ ഇതിന് എൻട്രിയെ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്ത്, അതായത് ബ്രോക്കറേജ് കൊടുക്കാനുള്ളത് 2-3 പോയിന്റ് മുന്നിലായിട്ടിട്ട് ബ്രോക്കറേജ് കൊടുക്കാൻ പാകത്തിൽ എക്സിറ്റ് ചെയ്യാനുള്ള പ്ലാൻ ചെയ്യാം. ഓക്കെ, അതിന് മാർക്കറ്റ് വരിക അല്ലെങ്കിൽ കണ്ടിന്യൂ മുകളിലോട്ട് പോയി എന്തുമായിക്കോട്ടെ. ഓക്കെ, മുകളിലോട്ട് പോയി നമ്മൾ കണ്ടിന്യൂ നമ്മുടെ ടാർഗറ്റ് വരെയെങ്കിൽ അറ്റ്ലീസ്റ്റ് വെയിറ്റ് ചെയ്യും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ആവും. ഓക്കെ, മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് പെൻഡിങ് ഓടി കണ്ട ഈ ഏരിയയിൽ നിന്ന് ഒരു വന്നു, ഈ ഏരിയയിൽ നിന്ന് രണ്ടാമത് വന്നു. ഈ ഏരിയയിൽ സെല്ലിംഗ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് ക്വിക്കായിട്ട് മൂവ് ആകണം. ഓക്കെ, ക്വിക്കായിട്ട് മൂവ് ആണ്, ഇല്ലെങ്കിൽ ഈ ഏരിയ നിന്ന് താഴത്ത് വരാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് പെൻഡിങ് ഓർഡേഴ്സ് ആണ്. ഒരു വട്ടം ഇവിടുന്ന് സെല്ല് ചെയ്തു, രണ്ടാമത്തെ വട്ടം ടച്ച് ചെയ്തപ്പോഴേ സെല്ല് ചെയ്തു, അതിന് മുന്നേ ഒരു വട്ടം ടച്ച് ചെയ്തു. ഈ ഏരിയയിലൊക്കെ പെൻഡിങ് ഓർഡേഴ്സ് എല്ലാം ആക്റ്റീവാണ്. മാർക്കറ്റിന് സൈഡ് വേസ് പോകാനാണെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ചു വരും, സൈഡ് വേസ് ഇങ്ങനെ പോകും. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ കണ്ടിന്യൂ ഇതൊരു ട്രെൻഡിങ് ആക്കണം, നല്ലൊരു മൂവ് തരണം, മാർക്കറ്റിന് മുകളിലോട്ട് പോകണം എങ്കിൽ ഇവിടുന്ന് ഉടനെ തന്നെ മുകളിലോട്ട് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ ദിവസത്തെ ഒരു ഇത്രയും നോക്കുക, ഈ ഒരു ഏരിയയിലുള്ള സ്റ്റോപ്പ് ലോസ്, സെല്ലേഴ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് അവൈലബിൾ ആണ്. അപ്പോൾ നല്ല രീതിയിലൊരു മൂവ് വന്നാൽ, ഓക്കെ, നല്ല രീതിയിൽ മൂവ് ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇത്രയും ഒരു സ്റ്റോപ്പ് ലോസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂവ് ആകാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഇനിയും ടൈം പാസ് ചെയ്യാൻ, മാർക്കറ്റാണ് എന്ത് സംഭവിക്കാം, നമുക്ക് മാർക്കറ്റിനെ പ്രെഡിക്റ്റ് ചെയ്യാനെ പറ്റുള്ളൂ, അതിനെ ജഡ്ജ് ചെയ്യാൻ പോകാൻ പാടില്ല. ഓക്കെ, മാർക്കറ്റിനെ കൂടുതൽ ജഡ്ജ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ തെറ്റാകാനേ സാധ്യതയുണ്ട്. ഫൈനലി മാർക്കറ്റ് ബ്രേക്ക് ഔട്ട്
തന്നിരിക്കുകയാണ്. ഓക്കെ, ഫൈനലി ബ്രേക്ക് ഔട്ട് നല്ല രീതിയിൽ മൂവ് തന്നിട്ടുണ്ട്. 120 പോയിന്റ് നമ്മുടെ ഫേവറിൽ മൂവ് ആയിട്ടുണ്ട്. നമ്മുടെ പ്രീമിയം എത്രയാണെന്ന് നോക്കാം നമുക്കൊന്ന് ജസ്റ്റ്. ഓക്കെ, 9.5, ഓക്കെ 9.6, നിയർലി 100 പോയിന്റിൻ്റെ പ്രീമിയം നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റി. നിയർലി 10K അടുത്താണ്. ഇത് മൂവ് ഇനി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഡേ ഹൈ ഒന്ന് നിന്നിട്ടുണ്ട്. സോ മേ ബി പുഷിങ് കൂടുതലാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സോ ഇനി ഈ ഏരിയയിൽ നിന്ന് ഒരല്പം വോളിയവും കൂടാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, 1, 2 അതിനെ കവർ ചെയ്തുകൊണ്ട് റൈസിങ് ആകാനായിട്ട് വോളിയം റൈസിങ് ആകാൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിനു മുന്നേ തന്നെ ഈ ഏരിയ നോക്കിയെന്ന വോളിയം തീർത്തും ഡിക്ലൈനാണ്. സത്യത്തിൽ റെസിസ്റ്റൻസ് ഏരിയയിൽ ഒന്ന് സെല്ല് ചെയ്യുന്നുണ്ട്, പക്ഷേ വോളിയം ഡിക്ലൈനാണ്. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് പുഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി മാർക്കറ്റ് ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് അടുത്ത റെസിസ്റ്റൻസിലോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. പൊസിഷൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നിയർലി 9.8, ഏകദേശം 10,000 രൂപയൊക്കെ എടുത്ത് നമ്മൾ പ്രോഫിറ്റ് ക്യാച്ച് ചെയ്തു. മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് മുകളിലോട്ട് ഈ ബ്രേക്ക് ഔട്ട് തന്നു. ഓക്കെ, ഈ ഫസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം രണ്ടാമത്തെ ബ്രേക്ക് ഔട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. ഈ ഏരിയയിൽ ട്രാപ്പ് ചെയ്യുന്ന പോലെ തോന്നി, മുകളിലോട്ട് പോയി. ഈ ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി 1-2 വട്ടം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വോളിയം നല്ല രീതിയിൽ റിവേഴ്സൽ വോളിയം വന്നിട്ടുണ്ട്. സോ അധികം ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല. ഈ ഏരിയ ടൈം പാസ് ചെയ്യുമെന്ന് അല്പം താഴത്ത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ സൈക്കോളജി നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എന്താണ് സൈക്കോളജി? സെയിം ലാസ്റ്റ് വീഡിയോയിലെ സെറ്റപ്പ് തന്നെയായിരുന്നു. മാർക്കറ്റ് ഓൾറെഡി ഒരു സ്ഥലത്ത് നിന്ന് ട്രാപ്പ് ചെയ്ത് വന്നൊരു മൂവിൽ നോക്കുക. മാർക്കറ്റ് ഓൾറെഡി ട്രാപ്പ് ചെയ്ത് നല്ലൊരു സ്ട്രെച്ചിങ് നടത്തിയതിനു ശേഷം പിന്നെയും ഈ ഏരിയയിലെ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തിട്ട് തൊട്ടടുത്ത റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ മാർക്കറ്റ് അപ്പ് ട്രെൻഡ് ആയിരിക്കണം. പിന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മാർക്കറ്റ് ഒരു അപ്പ് ട്രെൻഡിലായിരിക്കണം. പ്ലസ് ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഈ ഒരു ഫോർമേഷനിലാണ് മാർക്കറ്റ് മൂവ് ആവുന്നതെങ്കിൽ തൊട്ടടുത്ത റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്യുമ്പോൾ എപ്പോൾ അവിടെ അപ്രോച്ച് ചെയ്ത് ടൈം പാസ് ചെയ്തതിന് ശേഷം ഒരു ലിക്വിഡിറ്റി ഹണ്ട് നടത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാവുന്നതാണ്. ഓക്കെ, എൻട്രി എടുക്കാവുന്നതാണ്. അങ്ങനെ അതായത് എങ്ങനെ ഒരു റെസിസ്റ്റൻസിന് അപ്രോച്ച് ചെയ്തതിന് ശേഷം ടൈം പാസ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ ഇതൊരു സപ്പോർട്ടഡ് ആക്ട് ചെയ്തില്ലേ, ഇതിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒരല്പം 30-40 പോയിന്റ് പ്രീമിയം താഴത്തിടുകയാണെങ്കിൽ അതായത് ഈ ലോയ്ക്ക് 40 പോയിന്റ് പ്രീമിയം താഴത്തിടുകയാണെങ്കിൽ ആ ഏരിയ നിങ്ങൾക്ക് എൻട്രി എടുക്കുക. ഒരു 100-120 പോയിന്റിൻ്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതേപോലുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ നമ്മുടെ ഫേവറിൽ വന്നെങ്കിൽ ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ 100-120 പോയിന്റ് പ്രീമിയം ക്യാച്ച് ചെയ്ത് സന്തുഷ്ടവാനാകാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സീക്രട്ട് ഓപ്ഷൻ ബൈയിങ് സീക്രട്ടാണ്, നമ്മൾ പ്യൂർ ഓപ്ഷൻ ബൈയിങ് സീക്രട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.